من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. സൂറത്തുൽ ബഖറയിലെ 98-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ്. മൻ കാന, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് കാഫ്. അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അദുവ്വൻ ലില്ലാഹി, തൻവീനിന് ശേഷം ലാമ് വന്നു. അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ അക്ഷരമാണ് ലാമ്. അതുകൊണ്ട് തന്നെ അവിടെ മണിക്കാൻ പാടില്ല. തെൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതേണ്ടത്. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി എന്ന വാക്കിൽ അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. നിർബന്ധമായും 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. വറുസുലിഹി, അതേപോലെ വമലായികതിഹി, അവിടെ ഹാഇന് ശേഷം അല്പം ദൈർഘ്യമുണ്ട്. 2 ഖദ്ർ കൂട്ടി വായിക്കുമ്പോൾ നീട്ടേണ്ടതാണ്. വമലായികതിഹി വറുസുലിഹി കൂട്ടി വായിക്കുമ്പോൾ മാത്രമാണ് അവിടെ ആ നിയമം ഉള്ളത്. വജിബ്രീല, ബാഇന് മേലെ സുക്കൂൻ വന്നത് കൊണ്ട് തന്നെ ഖൽഖല ചെയ്യേണ്ടതാണ്. ഫഇന്നല്ലാഹ, ഷദ്ദുള്ള നൂനിനെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. അദുവ്വുൽ ലിൽ കാഫിരീൻ, അവിടെ അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ് നിയമം. തെൻവീന് ശേഷം ലാമു വന്നു. അവിടെ മണിക്കാതെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി وجبريل وميكال فإن الله عدو للكافرين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين المبعوث رحمة للعالمين محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 98-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ മൻ കാന, ആരെങ്കിലും ആയാൽ, അദുവ്വൻ ശത്രു, ലില്ലാഹി അള്ളാഹുവിന്, വ മലായികത്തിഹി അവന്റെ മലക്കുകൾക്കും, വ റുസുലിഹി അവന്റെ റസൂലുകൾക്കും അല്ലെങ്കിൽ അവന്റെ ദൂതന്മാർക്കും, വ ജിബ്രീല ജിബ്രീലിനും, വ മീകായിലിനും, ഫ ഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു അദുവ്വുൻ ശത്രുവാണ്, ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക് അല്ലെങ്കിൽ സത്യനിഷേധികൾക്ക്. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണ് എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ ഈ 98-ാമത്തെ ആയത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഒരു തുടർച്ചയായിക്കൊണ്ട് വേണം നമ്മൾ ഈ 98-ാമത്തെ ആയത്ത് പഠനവിധേയമാക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളായ ആളുകൾ അവർ ജിബ്രീൽ അലൈഹിസ്സലാമിയെ ഒരു ശത്രുവായാണ് കണക്കാക്കിയത് എന്നും ആ ഒരു കാരണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ഈമാനുള്ള ആളുകളിൽ ഉൾപ്പെടുവാൻ വേണ്ടി വിസമ്മതം കാണിച്ച ഈ യഹൂദികളോട് മറുപടി പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത്.
ഈ യഹൂദികളുടെ വാദപ്രകാരം മറ്റൊരു മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യമാക്കുകയും ചെയ്യുമെന്ന രൂപത്തിലുള്ള ഒരു സംസാരം, ആ രൂപത്തിലുള്ള ഒരു ധ്വനി, അത് വാസ്തവത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ വ്യർത്ഥമായ ഒരു വാദമാണ് യഹൂദികളുടെ പക്ഷത്തു നിന്നും കേൾക്കാനിടയായത്. ഇത് അള്ളാഹുവിന്റെ മേൽ വ്യക്തമായ ഒരു അഹങ്കാരം നടിക്കലാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിയെ ഈ പരിശുദ്ധ ഖുർആനുമായി നിയോഗിച്ചത് അത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. ഇതേ ജിബ്രീൽ അലൈഹിസ്സലാമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും അള്ളാഹുവിൽ നിന്നുള്ള വഹ്യുമായി അവരിലേക്ക് കടന്നു വന്നത്. ഇവിടെ സ്വതന്ത്രമായി ജിബ്രീൽ അലൈഹിസ്സലാമിയെ നിരീക്ഷിക്കുകയാണ് എങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പ്രവാചകന്മാരിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് യഹൂദികൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിയോട് ശത്രുത വെച്ച് പുലർത്തിയത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ ഗണ്ണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ അവതരിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടോ അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് മുമ്പുള്ള വേദഗ്രന്ഥത്തെ സത്യമാക്കിക്കൊണ്ട് എല്ലാവിധ വഴികളിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു സന്മാർഗം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് ഈ ദുനിയാവിലും അതുപോലെ തന്നെ നാളെ പരലോകത്തും നന്മ ലഭിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് വാസ്തവത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം വഹിച്ചു കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ജിബ്രീൽ അലൈഹിസ്സലാം യഹൂദികളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും കളവാക്കുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാൽ, ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും മീകായിലിനോടുമെല്ലാം ശത്രുതയാണ് എങ്കിൽ ഫ ഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരാൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ മലക്കുകളോടും ശത്രുത വെക്കുകയാണ് എങ്കിൽ ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ വിശ്വാസം അത് വ്യക്തമായ കുഫറാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമയോടാണ് ഈ യഹൂദികൾ ശത്രുത കാണിക്കുന്നത്. ഈ ശത്രുത അവർ അദ്ദേഹത്തിനോട് കാണിക്കുന്നത് അത് വ്യക്തിപരമായി കാണിക്കുന്ന ഒരു ശത്രുതയല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സത്യവുമായി അവന്റെ പ്രവാചകന്മാരിലേക്ക് ഇറക്കിക്കൊടുക്കുന്നതിനാണ് അവർ ഈ ശത്രുത പ്രകടിപ്പിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും അതിന്റെ അർത്ഥം എന്താ? ആരാണോ ഈ ഗ്രന്ഥം ഇറക്കിയത്, ആരാണോ അദ്ദേഹത്തെ നിയോഗിച്ചത്, ആ ശക്തിയോടാണ് സത്യത്തിൽ അവർ നിഷേധം കാണിക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അവരുടെ ഈ സംസാരം അത് കുഫ്ർ ഉൾക്കൊള്ളുന്ന പ്രവർത്തനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടിയത്. അവർ അള്ളാഹുവിനോടുള്ള കുഫ്റാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് ഫ ഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു രത്നചുരുക്കമായി ഇവിടെ പറയാനുള്ളത്. ഇനിയും കൂടുതൽ വിശദമായിക്കൊണ്ട് ഈ ആയത്ത് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അത് കേൾക്കാനും അത് പഠിക്കാനും നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.